ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം അതിന്റെ ആദ്യത്തെ വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് പകലിലും 3-ാം വാക്യത്തിന്റെ പരിസരത്ത് തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തന്നെ വായിക്കാം. 3 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ മലയാളത്തിൽ ഞാൻ വായിക്കാം, ഇംഗ്ലീഷിൽ ഇടയ്ക്ക് നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം തന്റെ സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തന്റെ അവകാശത്തിന്റെ അചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ നിന്റെ വചനം തുറക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയും തുറക്കണമേ, വിഭാഗിപ്പാനുള്ള കൃപ തരണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. സകല മഹത്വമേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പുതിയ നിയമത്തിലെ ഏറ്റവും കടുകട്ടിയായ ഒരു കമന്റേറ്റർ പറഞ്ഞിരിക്കുന്നത് ഇംപോസിബിൾ ടു എക്സ്പോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ അസാധ്യമായ ഒരു പാസേജാണ് ഈ 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ പോലെ വേഴ്സ് 3 through verse 14, 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 12 വാക്യങ്ങൾ, അത് ഒറ്റ സെന്റൻസ് ആണ്. എന്നാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ട്രാൻസ്ലേഷനിലും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലുമൊക്കെ അതിനെ അല്പം കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ ചില സെന്റൻസുകളാക്കി, ചെറിയ പല സെന്റൻസുകളാക്കിയെങ്കിലും ചില വാക്യങ്ങളൊക്കെ അല്പം കൺഫ്യൂസിംഗ് ആണ്. കോമ്പൗണ്ട് സെന്റൻസുകളാണ്, കോംപ്ലക്സ് സെന്റൻസുകളാണ്. ഓരോ വാക്യവും ഓരോ സെന്റൻസ് ആക്കിയിരിക്കുന്നത് മലയാളത്തിൽ കത്തോലിക്കർ ഉപയോഗിക്കുന്ന നമുക്ക് ഉപയോഗിക്കുന്ന POC ബൈബിൾ, പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിന്റെ ബൈബിൾ. അത് കത്തോലിക്ക ബൈബിൾ ആയതുകൊണ്ട് നമ്മൾ വായിക്കാതിരിക്കേണ്ട, അതിനകത്ത് തെറ്റൊന്നുമില്ല. അവിടുത്തെ ചില പുസ്തകങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാത്തതുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബൈബിൾ തന്നെ. അത് ആധുനിക മലയാളത്തില് അല്പം കൂടെ ലളിതമായിട്ട് നല്ല നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പലതവണ അതെടുത്ത് വായിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇത്ര വളരെ കട്ടിയായ ഒരു പാസേജ്. അതുകൊണ്ട് ആദ്യം ഞാൻ ശ്രമിക്കുന്നത്, ഈ ചില പ്രസംഗങ്ങളിൽ ഒന്ന് ശ്രമിക്കുന്നത് ഈ പാസേജ് ആദ്യം ഒന്ന് അഴിച്ചു പെറുക്കാനായിട്ടാണ്. ഇതൊന്ന് അഴിച്ചു പെറുക്കി കഷ്ണങ്ങളായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഒന്ന് തന്നിട്ട് പിന്നീട് നമുക്കതിനെ ഒന്ന് കൂട്ടിവെച്ച് അതിനെ നമുക്ക് ഓരോ ഭാഗ്യങ്ങളായിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇതൊരു ആരാധനയാണ് അല്ലേ? സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഇതൊരു ട്രിനിറ്റേറിയൻ ബ്ലെസ്സിംഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ ധനത്തെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ നിറവിനെ കുറിച്ചാണ് ഈ അധ്യായങ്ങൾ, ഈ എഫേസ്യ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നതാണ്. സ്തോത്രം. തുടങ്ങുന്നത് എങ്ങനെയാണ്? ബ്ലെസ്ഡ് ബി ഗോഡ് who has blessed us in Christ with all the heavenly blessings. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. മറ്റ് ട്രാൻസ്ലേഷനിലൊക്കെ പ്രൈസ് ബി ടു ഗോഡ്, പ്രൈസ് ബി ടു ഗോഡ്. മലയാളത്തിലെ അതിന് സമാനമായ ട്രാൻസ്ലേഷനാണ് blessed be God. In most of the translations, praise be to God. മലയാളത്തിലും വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ദൈവത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുകയാണ്.
അപ്പോൾ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ, ഈ പാരഗ്രാഫിൽ ഒന്ന് പ്രധാനമായിട്ട് ഇന്ന് പകലിൽ ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പിന്നെ കൈകൊട്ടി പാടാൻ നമുക്ക് ഏറെ കാരണമുണ്ട്, പിന്നെ താഴോട്ടുള്ളതൊന്നും കാരണമൊന്നുമല്ല. അത്രയും നല്ല ആ 2 ലൈൻ നല്ലതാണ്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പിന്നെ കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പക്ഷെ ബാക്കി കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിനച്ചു. ആര് നിനച്ചു? ആ പാട്ടെഴുതിയ പുള്ളിയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാണ്? സകലത്തിനും മീതെ. 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇപ്പോഴത് പറയാനല്ലായിരുന്നെങ്കിലും എന്താ വായിക്കുന്നത്? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും. 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെവിടെ ഇരിക്കുന്നത്? നമ്മളെവിടെ ഇരിക്കുന്നത്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മീതെ. കാരണം നമ്മളെ ഇരുത്തിയേക്കുന്നത് എവിടെയാ? നീ അതിനും മുന്നോട്ട് വല്ല ഉയരണോ? നീ അതിനും മുന്നോട്ട് ഉയരണോ? പോട്ടെ, ഞാനത് പിന്നാലെ പറഞ്ഞോളാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പോകുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ കാരണമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, അല്ലെ? റീസണബിൾ വർഷിപ്പ്. സോ വർഷിപ്പ് മസ്റ്റ് ഹാവ് സം റീസൺസ്. ആരാധനയ്ക്ക് തീർച്ചയായും കാരണമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരാധനയ്ക്ക് കാരണമുണ്ട്. മീനിങ്ലെസ് ആയ, സെൻസ്ലെസ് ആയ ആരാധനയല്ല ആരാധന. ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം. അതിന് കാരണം, ഞാനിന്ന് പകലിൽ എന്റെ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് മതിയായ കാരണമുണ്ട്. മതിയായ കാരണമുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊക്കെയാണ് കാരണങ്ങളെ എന്നുള്ളതാണ്. ഏതൊക്കെയാണ് കാരണം? നമുക്ക് ലഭിച്ച നന്മകളാണോ? നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണോ? നമുക്ക് ലഭിച്ച ജോലിയാണോ? നമുക്ക് ലഭിക്കുന്ന നല്ല മക്കളാണോ? നമുക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ആപത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിടുതലാണോ? നമുക്ക് ലഭിച്ച താൽക്കാലികമായ സൗഖ്യങ്ങളാണോ? ഇതിനൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതിനൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ ആരാധിക്കാൻ അതൊന്നുമല്ല കാരണം. ആരാധിക്കാൻ അതൊന്നുമല്ല കാരണം. ഇന്നത്തെ സൗഖ്യം മാറി നാളെ മറ്റൊരു രോഗം വരാം, അല്ലേ? ഇന്നത്തെ നന്മ മാറി നാളെ ഒരു തകർച്ച വരാം. ഇന്നത്തെ ജോലി നാളെ നഷ്ടപ്പെടാം. അപ്പോഴാരാധിക്കത്തില്ലേ? ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വേദഭാഗങ്ങളിൽ ഒന്ന് ഇയ്യോബിന്റെ പുസ്തകം, ആദ്യത്തെ അധ്യായങ്ങളിൽ. അവിടെ വായിക്കുന്നത് അറിയാമോ? ഇയ്യോബിന്റെ 10 മക്കളും അവനുണ്ടായിരുന്ന സകല സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, നിങ്ങൾ 1-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിരിക്കുന്നത് ജോബ് stood up and worshipped his Lord. അവൻ ദൈവത്തെ നമസ്കരിച്ചു എന്നാണ്. എപ്പോഴാ? സ്തോത്രം. 10 സൗന്ദര്യമുള്ള മക്കൾ കിട്ടിയപ്പോഴല്ല, ബിസിനസ്സിൽ അല്പം കൂടെ ലാഭം കിട്ടിയപ്പോഴല്ല, തനിക്കുണ്ടായിരുന്ന ഒട്ടകത്തിന് സമൃദ്ധി വർദ്ധിപ്പിച്ചപ്പോഴല്ല, അല്ല, അവന്റെ വാർത്തക സംഘങ്ങളൊക്കെ അധികം ലാഭവുമായിട്ട് ദിക്കുകളിൽ നിന്ന് മടങ്ങി വന്നപ്പോഴല്ല, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ he stood up and worshipped his God. That means worship is irrespective of our circumstances. നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്താണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ആരാധിക്കാനുള്ള കാരണം എന്താ? ഇവിടെ പൗലോസ് പറയാണ്, praise be to God. ദൈവം മഹത്വമെടുക്കട്ടെ, ദൈവം വാഴ്ത്തപ്പെടട്ടെ, അല്ലെ? ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ബ്ലസ് എന്ന പദം എത്ര തവണ എഴുതിയിട്ടുണ്ട് ആ ഒറ്റവാക്യത്തില്? ഒറ്റവാക്യത്തിൽ എത്ര തവണ എന്താ പറഞ്ഞത്? 3 times. Blessed be God who has blessed us with every spiritual blessing in the heavenlies. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം അനുഗ്രഹം. A two-fold blessing is here. 2 തരത്തിലുള്ള ബ്ലെസ്സിംഗ് ആണ് പറയുന്നത്. ഒന്ന്, we are blessing God. നമ്മൾ ദൈവത്തെ അനുഗ്രഹിക്കുന്നത്
ഈ ആഴ്ച ദശാംശമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ദശാംശം എന്ന് ഞാൻ വിളിക്കുന്നതാണ്, യഥാർത്ഥ ദശാംശമൊന്നും അല്ല. ഞാൻ തരുന്നത് ദശാംശമായിട്ടൊക്കെ എഴുതിക്കോണം. അപ്പം അങ്ങനെ ദൈവത്തിന് കൊടുക്കുന്നതാണോ ദൈവത്തെ അനുഗ്രഹിക്കുന്നത്? അതാണോ ദൈവത്തിന്റെ അനുഗ്രഹം? ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നത്? What do you mean by blessing God? ദൈവത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതേ അർത്ഥമാണോ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്? So that is a twofold meaning. ഞാൻ രണ്ട് മീനിങ്ങിന്റെ അർത്ഥം ഒന്ന് വ്യക്തമാക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഭാഗം പറയാം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടിട്ടാണോ ദൈവം അനുഗ്രഹിക്കുന്നത്? അല്ലെ? നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്തുവാ? നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്താ? തരണം, അനുഗ്രഹിക്കണമെന്നല്ലേ? കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, അവനെ അനുഗ്രഹിക്കണം, അവളെ അനുഗ്രഹിക്കണം, എന്റെ ഭാര്യയെ അനുഗ്രഹിക്കണം, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, അല്ലെ? അങ്ങനെ അനുഗ്രഹിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ അനുഗ്രഹിക്കണമെന്ന് ചോദിച്ചാലേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. എവിടെയാ അനുഗ്രഹം ആദ്യം കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ അനുഗ്രഹം തുടങ്ങുന്നത്. The book of Genesis chapter 1 verse 22. അവിടെ ഒന്ന് വായിച്ചേ ആ വാക്യം. God blessed them, saying, be fruitful and multiply and fill the waters in the sea. Be fruitful and multiply and fill the waters in the sea. And let the birds multiply on the earth. And there was evening and there was morning the 5th day. But God blessed them. എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. And God blessed them. അവിടെ എനിക്ക് വേണ്ടത് God blessed them. ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആരെയാ? മുകളിൽ ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്? സൃഷ്ടികൾ. ഏത് സൃഷ്ടികൾ? ജലജന്തുക്കൾ എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളത്തിലെ ജന്തുക്കളെ, ആദ്യത്തെ ജീവികളെ ദൈവം സൃഷ്ടിക്കുക. സസ്യജാലങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആകാശത്തെയും ഭൂമിയും ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലാന്റുകളെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിവിംഗ് ബീങ്സ്, ദ ലിവിംഗ് ബീങ്സ് അണ്ടർ വാട്ടർ. ഈ ജലത്തിലെ ജീവികളെ അതാരെങ്കിലും പ്രാർത്ഥിച്ചോ, കർത്താവേ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ? ഇല്ല. പക്ഷെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ ദൈവം എന്നാ പറഞ്ഞത്? ഗോഡ് ബ്ലെസ് ദം. Now 22. നീ വായിച്ചോ. ദൈവം അവരെ, ആദാമിനെയും ഹവ്വയെയും, മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന് ശേഷം എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവം അവരെ. ദൈവത്തോട് ചോദിച്ചോ, who initiated the blessing? ആരാണ് ഈ അനുഗ്രഹം ഇനിഷ്യേറ്റ് ചെയ്തത്? God initiated the blessing. അല്ലേ? പിന്നീട് വീണ്ടും നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ he blessed the 7th day. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. ഇനി കുറെ അധ്യായങ്ങളിലേക്ക് അനുഗ്രഹമില്ല, പിന്നെ ശാപമാണുള്ളത്. പിന്നീട് നിങ്ങൾ അനുഗ്രഹം കാണുന്നത് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട് he blessed Noah and his sons. അവൻ നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ഇനിയും കുറെ കാലത്തേക്ക് അനുഗ്രഹമില്ല. പിന്നീട് എന്താണത്? 10-11 അധ്യായങ്ങളിലൊക്കെ ബാബേലിനെ കുറിച്ചും പിന്നീട് ഉള്ള ജലപ്രളയത്തിന്റെ കാര്യങ്ങൾ അതിനു മുമ്പ് നമ്മൾ കണ്ടു. പിന്നീടുള്ള നാശത്തെ കുറിച്ച് കണ്ടിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് അബ്രഹാമിനെ. 12-ാം അധ്യായം ദൈവം ഒരു മനുഷ്യനെ, ഏത് മനുഷ്യനെ? ജാതീയനായ, വിഗ്രഹാരാധിയായ, അന്യദൈവങ്ങളെ ആരാധിച്ച നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം നദിക്കക്കരെ വെച്ച് അന്യദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തേജോമയനായ ദൈവം ആ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറയാ, I will bless you, I will bless you, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ പറ, ജലജന്തുക്കളോ വന്യമൃഗങ്ങളോ ജീവജാലങ്ങളോ ദൈവത്തോട് അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? മനുഷ്യൻ ആവശ്യപ്പെട്ടോ? നോഹ ആവശ്യപ്പെട്ടോ? അബ്രഹാം ആവശ്യപ്പെട്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? Our God is a God who blesses. നമ്മുടെ ദൈവം ആരാ? അനുഗ്രഹിക്കുന്ന ദൈവമാ. മനസ്സിലായില്ലേ?
സംശയമുണ്ടോ ആർക്കെങ്കിലും? അവങ്കിൽ നിന്ന് അനുഗ്രഹം മാത്രമേ ലഭിക്കത്തുള്ളൂ. അവന്റെ നിയമം അനുസരിച്ചാൽ, അവന്റെ കൽപ്പന അനുസരിച്ചാൽ, അവന്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിച്ചാൽ അപ്പൊ അനുഗ്രഹം മാത്രമേ ലഭിക്കൂ. ഈ അനുഗ്രഹം എന്ന വാക്കിലേക്ക് ഞാനൊന്ന് പോകാം. അതപ്പോ ഇവിടെ കഴിഞ്ഞ് ഞാൻ പോകാം. സ്തോത്രം. അപ്പൊ ദൈവമാണ് അനുഗ്രഹങ്ങളുടെ ആരംഭകൻ. He is the source of blessing. He is the originator of blessing. ഇനി ഞാൻ ചോദിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവം ആദത്തിനോട് പറയുക, മറ്റു ജീവജാലങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, ആദാമിനോട് ദൈവം പറയുക, അല്ലെങ്കിൽ ഹവയോട് പറയുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ മീനിങ് ഈസ് ഐ വിൽ ബി ഫേവറബിൾ ടു യു. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം. ഞാൻ നിങ്ങളോട് അനുകൂലമായിരിക്കും. നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും നടുവിൽ ആരുണ്ടായിരിക്കും? ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ blessing means God is standing favorable to us, not getting some gifts. നമ്മൾ ബ്ലെസ്സിംഗ് എന്ന് വിളിക്കുന്ന ചില നന്മകൾ പ്രാപിക്കുന്നതല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആളുകളൊന്ന് പാടി തകർക്കുന്നൊരു പാട്ടല്ലേ, നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല. പിന്നെ പിന്നെ എനിക്കും അറിയാൻ പറ്റില്ല, ഞാനൊന്നും പാടാറുമില്ല, ആരെങ്കിലും പാടി നിർത്തിക്കും. അപ്പൊ ഇതൊന്നുമല്ല അനുഗ്രഹങ്ങൾ. അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അവനോട് നിൽക്കേണ്ട കാര്യവുമില്ല. എനിക്ക് ആവശ്യമില്ല. അനുഗ്രഹിക്കാൻ താല്പര്യം ആർക്കാ? ഒരു ഗുണവുമില്ലാത്ത, ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത ഒരു ജാതീയനായ മനുഷ്യനെ വിളിച്ചത് പറയാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്നത്, നാം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ, നാം നിലവിളിച്ചിട്ടോ, നാം കരഞ്ഞിട്ടോ, നാം ഉപവസിച്ചിട്ടോ, നാം പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ ലേഖനങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. So we are called for blessing. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി തന്നെ എന്തിനു വേണ്ടിയാ? അനുഗ്രഹിക്കാനായിട്ടാണ്. സ്തോത്രം. അവൾ ഇവിടെ ഈ വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? Blessed be God who has blessed us. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന, നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. 3 കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകം ഓർക്കണം. ആരാധനയാണ് അല്ലേ? എന്തിനാണ് ആരാധിക്കുന്നത്? So a simple definition of worship. ആരാധനയുടെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, it is response to God for his blessings. ദൈവം തന്ന അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് ആരാധന. അതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്, അതൊരു ഡീപ്പ് ഡെഫിനിഷൻ അല്ല, അതൊരു പാർഷ്യൽ ഡെഫിനിഷൻ കൂടെയാണ്. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന എല്ലാം അതിനു വേണ്ടിയല്ലേ? നമ്മൾ ആരാധിക്കുന്നതൊക്കെ ദൈവത്തോടുള്ള worship is not an action, worship is a response. worship എപ്പോഴും എന്താ? ഒരു റെസ്പോൺസാ. റെസ്പോൺസ് ഒരു റിയാക്ഷനാ. നമുക്ക് വേണ്ടി ദൈവം ചെയ്തതിന് ഉള്ള നമ്മുടെ പ്രതികരണമാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ വാഴ്ത്തുക. ഈ വാചകത്തിൽ നോക്കിക്കേ, ആദ്യം പറഞ്ഞിരിക്കുന്നത് who is to be worshipped. ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് അല്ലേ? എന്തിനാണ് ആരാധിക്കേണ്ടത്? ഞാൻ ലളിതമായി പറഞ്ഞു. ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. ആരെ ആരാധിക്കേണ്ടത്? അവിടെ പറയാണ് blessed be God. ആരാ വാഴ്ത്തപ്പെടേണ്ടത്? ആരാ അനുഗ്രഹിക്കപ്പെടേണ്ടത്? ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവം വാഴ്ത്തപ്പെടട്ടെ. പക്ഷെ ആ ദൈവത്തിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ?
ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ? ആ ദൈവത്തെ എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ചിരിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ, അത് പറ, അതല്ലേ നമ്മളുമായിട്ടുള്ള ബന്ധം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ ദൈവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം, പിതാവായ ദൈവം. അതെന്തുകൊണ്ടാ വേദപുസ്തകത്തിൽ ദൈവത്തെ പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെ? അല്ലെ, ദൈവത്തിൽ പല നിലകളിൽ വിവരിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ചു. മോശയുടെ ദൈവം, ഏലിയാവിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇവിടെ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ നമുക്ക് മീനിങ് ഫുൾ ആയേനെ. കാരണം എന്നാ? അബ്രഹാമിന്റെ ദൈവം എങ്ങനത്തെ ദൈവം? ചോദിക്കാതെ പറയാതെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവമാണ്. പക്ഷെ അബ്രഹാമിന്റെ ദൈവം നല്ലല്ലോ പറഞ്ഞേക്കുന്നത്, യാക്കോബിന്റെ ദൈവവും നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇസഹാക്കിന്റെ ദൈവവും നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഏലിയാവിന്റെ ദൈവവും നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ്, ദൈവവും പിതാവുമായവൻ. ഇപ്പൊ യേശുവുമായി ബന്ധപ്പെടുത്തിയാണ്, ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ അനുഗ്രഹം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രാർത്ഥനയുടെ ദൈവസ്ഥാനത്തിലായിരിക്കുക. അതിന്റെ കാരണം അവിടെ ഒരു വിവരണം കൂടെ ഉണ്ട്. ആ വിവരണത്തിലേക്ക് നമുക്ക് പിന്നാലെ പോകാമെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ പോയതെങ്കിലും ഒരു കാര്യം പറയാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ അനുഗ്രഹിക്കുന്നതൊക്കെ എങ്ങനെ അനുഗ്രഹിക്കുന്നത്? ക്രിസ്തുവിലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് അല്ലേ? ബ്ലെസ്ഡ് us in Christ. ആ രണ്ട് വാക്കുകളൊന്ന് കണക്ട് ചെയ്ത്, അപ്പൊ അനുഗ്രഹിക്കുന്ന ഏത് ദൈവത്തെയോ വാഴ്ത്തുന്ന? അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തെ അല്ല. ശരിയാണ്, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം വേറെ ദൈവമല്ല. ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവത്തെ അല്ല. അദ്ദേഹം നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ദൈവങ്ങളെല്ലാം വേറെ വേറെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ വാഴ്ത്തുന്ന ദൈവം എന്താ? ആരാണ്? ഏത് ദൈവമാ? യേശുക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം. സ്തോത്രം. അത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം കൂടെ ഈ പാരഗ്രാഫിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കണം. നിങ്ങൾ ഇനി ആ പാരഗ്രാഫ് വായിച്ചാൽ, ഈ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ മലയാളം ബൈബിളിലോ ഇംഗ്ലീഷ് ബൈബിളിലോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോഡ് എന്ന് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് താഴേക്ക് ഇനി ദൈവം എന്നതിന് പകരം എഴുതിയിരിക്കുന്ന പ്രൊനൗണുകളുണ്ട്. ഹി, ഹിം, ഹിസ്, അവൻ, അവന്റെ, തന്റെ എന്ന് എത്ര തവണ എഴുതിയിട്ടുണ്ടെന്ന് നോക്കണം. ഞാനൊന്ന് സൂചിപ്പിക്കാം. മലയാളം ബൈബിൾ എടുത്ത്, ഇല്ലാണ്ടെങ്കിൽ ഓപ്പൺ ബൈബിൾ ഉണ്ടോ? ഉണ്ടോ? ഒരു ഓപ്പൺ ബൈബിളുമായിട്ടിരിക്കണേ. നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന് പകരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം, ദൈവവും പിതാവുമായവൻ. ഇനി അടുത്ത 4-ാം വാക്യം നോക്കിക്കേ, വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് അവൻ. കണ്ടോ? അവൻ. 5-ാം വാക്യത്തിൽ നോക്കിക്കേ, തിരുവത്തിന് പ്രസാദപ്രകാരം ദത്തെടുക്കേണ്ടതിന് 6-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ അവൻ, പ്രിയനായ യേശുവിനെ കുറിച്ചാണ്. പിന്നെ തന്റെ കൃപാമഹത്വത്തിന്റെ അല്ലെ. ഇനി വീണ്ടും 8-ാം വാക്യത്തില് അവൻ, അതേ വാക്യത്തിൽ തന്നെ താൻ ധാരാളമായി കാണിച്ച. ഇനി 9-ാം വാക്യത്തില് താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ഒരു വാക്യത്തിൽ എത്ര തവണയാണെന്ന് നോക്കിക്കേ. വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോഴത്തേന് 11-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ 12-ാം വാക്യത്തില് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. 13-ാം വാക്യത്തിന്റെ അവസാനം 14-ന്റെ ആരംഭത്തില് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. നമ്മുടെ മലയാളം ബൈബിളില് ഏതാണ്ട് more than 13 times. ഞാൻ പറഞ്ഞല്ലോ, POC-യിലാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്.
പിതാവായ ദൈവത്തെ പറയും. അവിടുന്ന് ഞാൻ എണ്ണി നോക്കി 16 തവണ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലെ മിക്ക വേർഷനുകളിലും more than 17 times. എന്തിന് ഇത്രയും തവണ ആവർത്തിച്ചിരിക്കുന്നു? ഈ 12 വാക്യങ്ങളിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് നമുക്കറിയത്തില്ലേ? പിതാവിനെ കുറിച്ച് പറയുന്നത് അറിയത്തില്ലേ? വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ ചില എല്ലാ മനുഷ്യനും ഉണ്ട്. ചില വാക്കുകൾ അറിയാതെ ആവർത്തിച്ചു പോകും അല്ലേ? ഞാൻ പ്രസംഗം ഏതൊക്കെയാണ് സ്തോത്രം വരും. കഴിയുന്നത്ര നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല. അറിയാതിടയ്ക്കൊക്കെ അത് നമ്മൾ ഒരു എന്താ മനഃപൂർവ്വമല്ലാതെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, അതിന്റെ അർത്ഥം എന്താ? ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് വാഴ്ത്തേണ്ടത്? ഇത് ഞാൻ ഈ പറയുന്നത് അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ പാരഗ്രാഫ് എടുത്തിട്ട് വാക്കുകളായിട്ട് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടുത്തെ വെർബുകളൊന്ന് സൂചിപ്പിക്കണം. അവിടുത്തെ ക്രിയകൾ, ആ ക്രിയകളിൽ ആദ്യം പറയുന്നത് അവൻ തെരഞ്ഞെടുത്തു, അവൻ മുൻനിയമിച്ചു, അവൻ വീണ്ടെടുത്തു, അവൻ പുത്രത്വം തന്നു, അവന്റെ ഹിതം നമ്മോട് അറിയിച്ചു. ദൈവത്തിന്റെ പ്രവർത്തികളാണ്. അപ്പോൾ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് വിശദമായി പോകാം. പക്ഷെ ഓർക്കണം, ഓരോ അനുഗ്രഹത്തിന്റെയും പിന്നിൽ പൗലൂസ് പറയാണ്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് ഞാൻ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളുടെയും പിന്നിലുള്ളത്. അതുകൊണ്ട് ആ പിതാവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. But knowing what he has done and worship with understanding. എന്താണ് അവൻ ചെയ്തത് എന്ന് ഒന്ന് അറിഞ്ഞിട്ട് വേണം. ഇനി ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഞാനൊന്ന് വിശദീകരിക്കുന്നതിന് മുൻപായി ഈ വാക്യങ്ങളിലൂടെ ഞാനൊന്ന് ഓടിപ്പോകാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുക, മലയാളം ബൈബിൾ ഉള്ളവർ മലയാളം ബൈബിൾ ഉപയോഗിക്കുക. 5-ാം വാക്യം നോക്കിക്കേ. 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക, according to the intention of his will. According to the intention, purpose of his will. Whose will? Father's will. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? തന്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. പ്രസാദപ്രകാരം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും according to the intention, according to the purpose of his will. Verse 6, 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, തന്റെ മഹത്വത്തിന്റെ പുകഴ്ച, to the praise of his grace. തന്റെ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ച, to the praise of his grace. 6-ാം അധ്യായത്തിൽ 2-ാം ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നു, he freely bestowed on us in the beloved. അവൻ പ്രിയനായവനിൽ നമുക്ക് ധാരാളമായി കാണിച്ച കൃപ. he lavished എന്ന പദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 7-ാം വാക്യത്തിൽ according to his riches of his grace. അവന്റെ കൃപയുടെ മഹത്വത്തിന്റെ, കൃപയുടെ ധനത്തിന്റെ അനുസരിച്ച്. വീണ്ടും 8-ാം വാക്യത്തിൽ he lavished upon us. അവൻ ധാരാളമായി നമ്മുടെ മേൽ ചൊരിഞ്ഞു. ലാവിഷ്യ തരിക എന്ന് പറഞ്ഞാൽ ലാവിഷ്യ എന്ന് പറഞ്ഞാൽ ഒരാളവും കൂടാതെ തിരിക്കാന്ന് അല്ലേ? immeasurably തിരിക്കാന്ന്. 9-ാം വാക്യം according to his kind intention. according to his kind, തന്റെ പ്രസാദത്തിന് തക്കവണ്ണം. പിന്നെ വീണ്ടും പറയുകയാണ് 11-ാം വാക്യത്തില് according to his purpose, after the counsel of his will. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ, തന്റെ നിർണയത്തിന്, തന്റെ ഇഷ്ടത്തിനനുസരിച്ച്, തന്റെ പർപ്പസിനനുസരിച്ച്. 12-ാം വാക്യത്തിൽ വീണ്ടും പറയുക to the praise of his glory. പിന്നെ വീണ്ടും 14-ാം വാക്യത്തില് to the praise of his glory. What is the meaning? മലയാളം എന്താ പറഞ്ഞത്? ഇംഗ്ലീഷാണ് പറഞ്ഞത്. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ, തന്റെ കൃപയുടെ പുകഴ്ചയ്ക്കായി, തന്റെ പ്രിയനായവനിൽ ധാരാളമായി കാണിച്ച കൃപ, തന്റെ കൃപയുടെ അത്യന്ത ധനത്തിനനുസരിച്ച് നമ്മുടെ മേൽ ധാരാളമായി കാണിച്ചത്. his kind attention, his purpose, his will, his glory for the praise. എന്ന് പറഞ്ഞാൽ ദൈവം ഇതെല്ലാം തന്നത് എന്തിനു വേണ്ടിയാ? he must be praised. ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ റെസ്പോൺസ് എന്നോ വണ്ടർ അടിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നതാണ് worship.
worship, knowing the worth of God. അപ്പൊ എല്ലാം ചെയ്തത് ദൈവമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ഏത് ദൈവം? ഈ ദൈവം. ഏത് ദൈവം? The one who lavished us with his grace, the one who did everything according to the purpose of his will, the one who is doing according to the eternal purpose. ഇന്ന് പകലിൽ ദൈവമൈതലേ, നീ അനുഗ്രഹം പ്രാപിക്കാൻ വന്നിരിക്കുകയല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് നീ വന്നിരിക്കുക. ദൈവം നിന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തുവാകുന്ന തന്റെ പുത്രനിലൂടെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടേക്ക് കടന്നു വന്നത്. ഇവിടെ ലഭിക്കുന്ന പെറ്റി തിങ്സുകളൊന്നും അനുഗ്രഹങ്ങളല്ല. അനുഗ്രഹങ്ങളല്ല. Our first thing, Paul is acknowledging the source of blessings. സകല അനുഗ്രഹങ്ങളുടെയും സോഴ്സിനെ പൗലോസ് ആദ്യം അക്നോളജ് ചെയ്യുക. ആരാണ് അനുഗ്രഹം തന്നത്? പിതാവായ ദൈവം. ഏത് അനുഗ്രഹം? ഏത് ദൈവം? ക്രിസ്തുവിന്റെ പിതാവായ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് ക്രിസ്തുവിൽ തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് തന്ന അനുഗ്രഹമല്ല നമുക്ക് തന്നത്. അബ്രഹാമിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിച്ചു. തീർച്ചയായും നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്താ? ക്രിസ്തു യേശുവ. എന്നാൽ അബ്രഹാമിനോടുത്ത അനുഗ്രഹം പ്രധാനമായി എന്തായിരുന്നു? അബ്രഹാമിനോട് പറഞ്ഞ I will give you a seed, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ഞാൻ നിനക്കൊരു ദേശം തരുമല്ലേ? വാഗ്ദത്ത ദേശം. പക്ഷെ കിട്ടിയ അന്ന് മുതല് എന്താ സംഭവിച്ചത്? കിട്ടിയ അന്ന് മുതല് അവരന്യോന്യം അടി, അറിവായി മറ്റുള്ളവർക്ക് അടി, അല്ലേ? ആർ കൃഷ്ണൻകുട്ടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഇസ്രായേലിനെ കുറിച്ച്. ആ പുസ്തകത്തിന്റെ ഹെഡിങ് എന്താണെന്നറിയാമോ? ദൈവം കൊടുത്ത ഭൂമിയിലെ തീരായുദ്ധങ്ങളെന്നാണ്. കറക്റ്റാ. ദൈവം എന്ന് കിട്ടിക്കൊടുത്തോ അന്ന് മുതല് അടിയാ. ഈ വളരെ രസം അത് പഠിച്ചു വന്നാൽ ഈ യോശുവയുടെ പുസ്തകത്തിൽ എല്ലാരും കൂടെ എന്നെ ഐക്യതയാണെന്നറിയാമോ? ഭയങ്കര ഐക്യത. രൂപേനാണോ വിളിക്കുന്നത്, ഗാദാണോ വിളിക്കുന്നത്, യോശുവ അല്ല യഹൂദയാണോ വിളിക്കുന്നത്? വിളിച്ചാണോ എല്ലാവരും കൂടെ വരിക, യുദ്ധം ചെയ്യുക, കീഴടക്കുക. ഭയങ്കര പരിപാടിയാണ്. എല്ലാവരും കീഴടക്കി. യോശുവയുടെ കാലമായപ്പോഴത്തേന് ഏകദേശമൊക്കെ കീഴടക്കി കഴിഞ്ഞു. ഇനിയും ദേശമുണ്ട്, പക്ഷെ പരമാവധി ദേശം കീഴടക്കി. അപ്പൊ എന്നാ തുടങ്ങി? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അന്യോന്യം അടി തുടങ്ങി. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ എന്നാ പറ്റി? നാട്ടുകാർ മുഴുവൻ അടിക്കാൻ തുടങ്ങി. ഇതന്നെയൊന്നും ഈ വെളിയിൽ നിന്ന് ചിലരൊക്കെ നമ്മളെ അടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കുറച്ചു നേരത്തെങ്കിലും തമ്മിലടിക്കാതിരിക്കും. അവരടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. ഓട്ടെ, എഫെസ്യനാണല്ലേ? God is the source of all blessings. ദൈവം സകല അനുഗ്രഹങ്ങളുടെയും സ്രോതസ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനി ഞാനത് വിശദമായി പോകുന്നതിന് മുൻപ് സ്തോത്രം, ഞാൻ പറഞ്ഞു വന്നത് who is to be worshipped എന്ന്. ആരെയാണ് ആരാധിക്കേണ്ടത്, അല്ലേ? അപ്പൊ അനുഗ്രഹിക്കുന്ന വാക്യം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവമല്ല, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവവുമല്ല, അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അല്പം കൂടെ ഒന്ന് പുറകിലോട്ട് നോക്കിക്കേ. ആ വാക്യത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയാൽ എവിടെ മുതലായി ഈ അനുഗ്രഹം തുടങ്ങിയത്? നമുക്ക് അനുഗ്രഹങ്ങളെ ഒന്ന് എന്യൂമറേറ്റ് ചെയ്യാം. 7 അനുഗ്രഹങ്ങൾ ഈ 12 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 7 അല്ല, അതിൽ കൂടുതൽ എടുക്കാം. എന്നാൽ ഞാൻ തന്നെ ഒരു 7 തിരിക്കാം. ഒന്നാമത്തെ അനുഗ്രഹം പറഞ്ഞിരിക്കുന്ന 4-ാം വാക്യം. 4-ാം വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? He chose us in him to be his sons. മലയാളത്തിൽ വായിക്കുന്നതാ
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. He chose us. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ അനുഗ്രഹം ഞാൻ വിശദീകരിക്കാം പിന്നീട്. ഇലക്ഷനാണ്. അതെന്നാ തുടങ്ങിയത്? എന്നാ ദൈവം തെരഞ്ഞെടുത്തത്? ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. ലോകസ്ഥാപനത്തിന്. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലോകസ്ഥാപനത്തിന് മുമ്പ് സമയമുണ്ടോ? ഈ മാറ്ററും സ്പേസും ടൈമും ഒക്കെ തുടങ്ങിയത് എപ്പോഴാണ്? സമയം എന്ന് പറയുന്നത് ഈ മാറ്റർ തുടങ്ങിയപ്പോഴല്ലേ? സ്പേസ് തുടങ്ങിയപ്പോഴല്ലേ? അപ്പൊ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞേ ഇൻ ഇറ്റേണിറ്റി. കാലം ഇല്ലാതിരുന്നപ്പോൾ, സമയമില്ലാതിരുന്നപ്പോൾ, നിത്യതയിൽ. പാട്ടുണ്ട്, പർവ്വതങ്ങൾ ഉളവാകുന്നതിന് മുൻപേ നീ പരനെ, നീ അടിയന് ദൈവമല്ലോ. കുന്നുകൾ ഉണ്ടാകുന്നതിന് മുൻപേ, പർവ്വതങ്ങൾ ഉളവാകുന്നതിന് മുൻപേ, ഭൂമിയും ഭൂമണ്ഡലത്തെയും രചിക്കുന്നതിന് മുൻപേ, 90 സങ്കീർത്തനം, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവം. അതെങ്ങനെ ഞങ്ങളുടെ ദൈവമാകുന്നത്? അന്ന് ഞങ്ങളില്ലല്ലോ. അനാദി. 90 സങ്കീർത്തനം എങ്ങനെയല്ലേ? ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാകുന്നു. പിന്നെ നീ അനാദിയായും. ഒന്ന് വായിച്ച ഇംഗ്ലീഷില് Psalm 90 verse 1. You have been our dwelling place. You have been our dwelling place In all generations. in all generations. Before the mountains were brought forth. Before the mountains were brought forth. Or ever you had formed the earth and the world. From everlasting to everlasting. From everlasting to everlasting. You are God. You are God. എങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു? അതിമനോഹരമായ മലയാളം ട്രാൻസ്ലേഷനാണ്. From everlasting to everlasting. അനാദി നിത്യത മുതൽ. ആദ്യം ഉണ്ടാകുന്നത് എപ്പോഴാ? സമയം ഉണ്ടാകുമ്പോഴല്ലേ? സമയം ഉണ്ടെങ്കിലല്ലേ ആദ്യം അവസാനം പറയാൻ പറ്റത്തുള്ളൂ. ഈ പ്രസംഗം തീരാറായെന്ന് പറയുന്നത് എങ്ങനെയാ? മുമ്പിലൊരു ക്ലോക്ക് ഉണ്ടല്ലേ? സമയമില്ലെങ്കിലോ? ആദിക്ക് മുന്നെന്തോ അനാദിയാണ്, ഇറ്റേണിറ്റിയാണ്. അപ്പൊ പറയുകയാണ്, ദൈവത്തിന്റെ അനുഗ്രഹം എവിടെ മുതൽ തുടങ്ങിയതാ? ദൈവമക്കളെ, ഞാനും നീയും 3 ദിവസം ഉപവാസം ഇരിക്കാൻ തുടങ്ങിയപ്പോഴല്ല ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. ഞാനും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴല്ല ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഈ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. അനാദിയായി. സ്തോത്രം. സമയം ഉണ്ടാകുന്നതിന് മുൻപേ, കാലം ഉണ്ടാകുന്നതിന് മുൻപേ, ഞാനും നിങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണുണ്ടാകുന്നതിന് മുൻപേ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം മാത്രം ദൈവമായി, പിതാവ് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ഉണ്ടായിരുന്നപ്പോൾ അവൻ മാത്രം ഉണ്ടായിരുന്ന അനാദി നിത്യതയിൽ he chose us. I will go to election a little more later. That is the first blessing. What is the second blessing? രണ്ടാമത് പറയാണ് എന്തിനാ തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുത്തത് നമ്മെ 5-ാം വാക്യത്തിന്റെ മിഡിൽ ഭാഗം മുതൽ നമ്മെ ദത്തെടുക്കേണ്ടതിന്. പ്രിയനായവനിൽ നമ്മെ he destined us to be in love to be his sons, to be adopted. എന്താ adopted? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി അഡോപ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കുടുംബത്തിന്റെ അംഗമാകുക. ഇവിടെ ആരെയാ സ്തുതിക്കുന്നത്? പിതാവിനെ അല്ലേ? എന്താ സ്തുതിക്കാൻ കാരണം? ആ പിതാവ് നമ്മുടെയും പിതാവായി, എന്റെ പിതാവായി. എങ്ങനെ പിതാവായി? ഞാനവനെ തിരഞ്ഞെടുക്കുകയല്ല, തന്റെ പ്രിയനായവനിൽ, തന്റെ പുത്രനിലൂടെ അവൻ എന്നെ പുത്രനായി സ്വീകരിച്ചു. എനിക്കവൻ പുത്രത്വം തന്നു. അപ്പൊ ആദ്യത്തത് ഇലക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തത് അഡോപ്ഷനാണ്. ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ഗോഡ്സ് ഫാമിലി. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത്തത് പ്രിഡെസ്റ്റിനേഷൻ ഫോർ അഡോപ്ഷൻ. മൂന്നാമത്തത്
7ഉം 8ഉം വാക്യങ്ങൾ എല്ലാം വായിക്കുന്നത്. മൂന്നാമത് വായിക്കുന്നത്, അവൻ നമുക്ക് തന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന. അതെന്താ? ക്രോസ് ആണ് അല്ലേ? അവന്റെ രക്തത്താൽ. നിങ്ങൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വിശദീകരിക്കാം. ഈ ആദ്യം 2 കാര്യം പറഞ്ഞത് എപ്പോ സംഭവിച്ചതാ? He chose us. എപ്പോഴാണ് സംഭവിച്ചത്? Eternity. He predestined us. He predestined us. എപ്പോഴാണ് നമ്മെ നിർണയിച്ചത്? In eternity. ഇതൊക്കെ നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപാ. എപ്പോഴാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തത്? In eternity. ഇതെല്ലാം ഇറ്റേണിറ്റി സംഭവിച്ചതാ. ഇനി 7ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നമ്മൾ വായിച്ചതോ, അവന്റെ രക്തത്താൽ. ഇൻ ഹിസ്റ്ററി അല്ലേ? ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലാണല്ലേ? സോ coming from eternity to the present or to the history past. Redemption. 4ാമത്തെ അറിയാമോ? 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിയപ്പോൾ 4ാമത്തെ റിഡംഷൻ ആണ്, 3ാമത്തെ റിഡംഷൻ ആണ്, വീണ്ടെടുപ്പാണ്. ഞാനത് അനുഗ്രഹം മാത്രം ഒന്ന് പറയുകയാണ്. 4ാമത്തത് 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിക്കേ. അവിടെ പറയാ, താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. He made known to us the mystery of his will. നിങ്ങളുടെ വിൽ നിങ്ങൾ അറിയിക്കുന്നത് ആരെയാ? നിങ്ങളുടെ ഉള്ളിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം നിങ്ങൾ അറിയിക്കുന്നത് ആരെയാ? സീക്രട്ട് നിങ്ങൾ എത്ര പേരോട് പറയും? എല്ലാവരോടും പറയും അല്ലേ? നമ്മൾ ചില ആൾക്കാരോട് പറഞ്ഞാൽ മതി, ആരോടും പറയരുത്. പിന്നെ വേറെ ആരോടും പറയണ്ട അല്ലേ? കാരണം അല്ലേ, ആരോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സീക്രട്ട്. സീക്രട്ട് ഈസ് സംതിങ് ദാറ്റ് you tell to one person at a time and tell him that you should not tell anyone else. ഒരാളോട് മാത്രം ഒരു പ്രാവശ്യം പറയുകയും വേറെ ആരോടും പറയരുതെന്ന് പറയുകയും ചെയ്യുന്ന കാര്യമായ രഹസ്യം. അപ്പൊ നമ്മൾ ആരോട് എന്താ പറയും? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഒരു കാര്യം നടന്നപ്പോഴത്തേന് ആ ആൾ എന്നോട് പറഞ്ഞു, രാജിപ്പാസ്റ്റർ ആരോടും പറയരുത് കേട്ടോ. പിറ്റേ ദിവസം പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനി ആരോട് പറഞ്ഞായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനി ആരോട് പറഞ്ഞായിരുന്നു കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എനിക്കും എല്ലാവരോടും പറയാമല്ലോ അല്ലേ? കാരണം നിങ്ങൾ എല്ലാവരോടും പറഞ്ഞേക്കോ, ഇനിയിപ്പൊ ഞാൻ മാത്രം പറയാതിരുന്നാലോ. അപ്പം ആരോടാ രഹസ്യം പറയാറുള്ളത്? നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആൾക്കാരോടല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നവരോടല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ വലിയ രഹസ്യവും പറയാൻ കൊള്ളാവുന്നവരായിരുന്നോ നമ്മൾ? നമ്മളെ അറിയാവുന്നവരാരെങ്കിലും പറയൂ? നമ്മളെ അറിയാറുന്നെങ്കിൽ പറയുമോ? പക്ഷെ ദൈവം ചെയ്തത് എന്താ? പറഞ്ഞിരിക്കുന്നത്? തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. That was the next blessing. He revealed his mysterious will towards us. Then the 5th one, 5ാമത്തെ എന്നറിയാമോ? 11-12. In him, according to the purpose of him who accomplishes all things according to the counsel of his will. 11 വാക്യങ്ങൾ വായിച്ച്, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം ഉന്നയിപ്പിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശമിച്ചവരായ നമ്മൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകണം. ഞാൻ ഇച്ചിലൂടെ വിശദീകരിച്ചെങ്കിലേ നിങ്ങൾക്ക് ഈ വാചകങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമല്ലോ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു പാട്ടുണ്ട്, ആരിവർ ആരിവർ രാജനോടൊപ്പമായി സഭ്യസഭ, ആരിവർ ആരിവർ രാജനോടൊപ്പമായി രക്തത്തിൽ ഒരു ദൂതനും ഒരു സെറാഫും ദൈവത്തോടൊപ്പം പന്തിയിൽ ഇരുന്നിട്ടില്ല. സ്തോത്രം.
എന്നാൽ നിത്യതയിൽ നാം എത്തുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണത്തിങ്കിൽ മാത്രമല്ല, നിത്യയുഗങ്ങൾ നാം ഇരിക്കാൻ പോകുന്നത് അവനോടൊപ്പം പന്തിയിൽ. അങ്ങനെ പന്തിയിൽ ഇരിക്കുമ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ ആവലോടെ, ആവേശത്തോടെ, അത്ഭുതത്തോടെ, അവർക്ക് ഉത്തരം കിട്ടാത്ത നിലയിൽ നോക്കുന്നൊരു നോട്ടമുണ്ട്. എങ്ങനെ വന്നു? സ്തോത്രം. അപ്പൊ അവര് പുകഴ്ത്തുന്ന ഒരാളുണ്ട്. ദൈവത്തെ പുകഴ്ത്തും. എന്തിനു പുകഴ്ത്തും? അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. അപ്പൊ നിത്യത മുഴുവനും വെളിപ്പെടാൻ പോകുന്നത് പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കൃപയുടെ അത്യന്ത മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. എവിടെ വെളിപ്പെടും? എന്നിലും നിങ്ങളിലും വെളിപ്പെടും. എന്നിലും നിങ്ങളിലും. We are the objects where God's grace is to be manifested, so that all the heavenly host is going to be exclaimed, not for just one moment or one day, throughout the eternity. Can you worship this God? ഇതാരാധന. കാർ കിട്ടിയാലല്ല കേട്ടോ, ഒരു സൗഖ്യം കിട്ടിയാലല്ല കേട്ടോ, ഒരു വിടുതൽ കിട്ടിയതിനല്ല. എത്ര ലക്ഷറി കാർ കിട്ടിയാലും 4 വർഷം കഴിയുമ്പോൾ പണിയും. എത്ര വലിയ വീട് കിട്ടിയാലും അത് പോകും. ആർക്കും തകർക്കാൻ കഴിയാത്തത്, ആർക്കും എടുക്കാൻ കഴിയാത്തത്, ആർക്കും തിരിച്ചടിക്കാൻ കഴിയാത്തത്, ആർക്കും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്തത്, എന്റെ അവകാശം എന്നിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയാത്തത്. ഏത് പിശാചുണ്ട്, ഏത് സാത്താന്റെ ശക്തിയുണ്ട്, ഏത് അന്ധകാരത്തിന്റെ കോട്ടകളുണ്ട്, എന്നെ വീണ്ടെടുത്ത ചോരയുടെ മറവിൽ നിന്ന് നമ്മെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ. കാരണം നിത്യതയ്ക്കപ്പുറത്ത് നടന്നതല്ലേ ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ. ദൈവത്തെ ആരാധിച്ച ദൈവമക്കളെ, സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. You are not an accident. You are not an accident. ഇവിടെയാ ഞാൻ പറയുന്നത്, വന്ന് ഏതോ പിശാച് എത്തി നോക്കിയെന്നും ഒളിഞ്ഞു നോക്കിയെന്നും നിനക്കെതിരെ പോരാട്ടം ഉണ്ടെന്നൊക്കെ പറയുന്ന പ്രവാചകനോട് ഗെറ്റ് ഔട്ട് പറയണം. മേലാനി വഴിക്ക് കയറിപ്പോയെന്ന് പറയണം. പറയാണോ? തന്നെ ഉണ്ടോ? ഈ വചനം പഠിച്ചാലുണ്ടാവും. ഈ വചനം പഠിച്ചാലുണ്ടാകും. You are precious. ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളോട് ദൈവം പറഞ്ഞു, അവനെ തൊട്ടുപോകരുത്. He is the apple of my eye. അവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണെന്ന് ഒരു കുഞ്ഞാടിന്റെ ചോരത്തളി കൊണ്ട് വിടുവിക്കപ്പെട്ട ഒരു ജനത്തെ നോക്കി പറഞ്ഞെങ്കിൽ, തന്റെ ഏകജാതനായ പുത്രന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത ദൈവവൈദ്യനെ നോക്കിക്കൊണ്ട് സ്തോത്രം. എന്താ ദൈവം പറയുന്നത്? You don't know what you are. You don't know who you are. So the fifth one is he gave us the inheritance through him. 11-12 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ, ഞാൻ പിന്നീട് വിശദീകരിച്ചു കൊള്ളാം, ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. പൗലോസ് തന്നെ പറഞ്ഞല്ലോ, ഞാനാകുന്നത് അവന്റെ കൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായി തീർന്നിട്ടില്ല. നമ്മൾ പറയട്ടെ ദൈവമക്കളെ, തകരാമായിരുന്ന സ്ഥലത്തൊക്കെ തകർന്നു പോകാതെ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് അവന്റെ കൃപയുടെ ഡെമോൺസ്ട്രേഷനായിട്ട്. ഒടുങ്ങിപ്പോകാവുന്ന സ്ഥാനത്ത് ദൈവം നിന്നെ നിലനിർത്തിയത് അവന്റെ കൃപയുടെ ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ്. അങ്ങനെയെങ്കിൽ നിത്യതയിലെത്തുന്നത് വരെ, നിത്യതയിൽ ചെന്നും അവന്റെ കൃപയുടെ ഡെമോൺസ്ട്രേഷനായി നിന്നെ അവൻ നിലനിർത്തും, എന്നെ അവൻ നിലനിർത്തും. The sixth one is verse 13a. 13ാം വാക്യത്തിന്റെ ആരംഭം, അവരിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ കേട്ടു. The greatest blessing is the salvation
of the gospel, through the gospel, heard the gospel. സ്തോത്രം. 7-1, 13-14 വാക്യങ്ങൾ ആണ് ഏറ്റവും അവസാനത്ത്. ഇത്രയും അനുഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ മുതൽ തുടങ്ങിയതാ, ഓർക്കുന്നുണ്ടോ? ഇന്ന് തുടങ്ങിയതാ. ഞങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോഴല്ല, ഞാൻ ഭൂമിയിൽ ജനിച്ച ദിവസമല്ല, ഞാൻ കർത്താവിനെ കണ്ടെത്തിയ ദിവസമല്ല. സ്തോത്രം. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ നിത്യതയിൽ തുടങ്ങിയതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ഇവിടം വരെ എത്തിയല്ലേ? നീ പറയുക, ദൈവം ഒരു ബ്രാൻഡിങ്ങും കൂടെ തന്നു. He sealed. മുദ്ര വെച്ചു. എന്താ മുദ്ര വെച്ചത്? Sealed us with his spirit. തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്ര വെച്ചിരിക്കുന്നു. Like sealed with the spirit. എന്താ സീല് കാണിക്കുന്നത്? സീല് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില പട്ടാളക്കാരുടെ വെട്ടി കിടക്കും അല്ലേ? ഇന്നലെ കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു പേപ്പർ ഞാൻ വാങ്ങിച്ചു മിനിഞ്ഞാണ്. അതിനകത്തുണ്ട് ഈ കഴിഞ്ഞൊരു വർഷം 26,000 ഫോണാണ് നമ്മുടെ ബോംബെയിൽ മോഷണം പോയെന്ന്. ദൈവകൃപയാൽ എൻ്റെ ഒരു ഫോൺ അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിൽ 11,000 എണ്ണേ കിട്ടിയുള്ളൂ. നല്ലൊരു ഫോൺ കൊണ്ട് പോയാൽ ഏകദേശം നമുക്ക് അനുഭവം ഉണ്ടല്ലേ? എനിക്ക് ഒരെണ്ണമല്ല പോയത്, ഒന്നിലധികം പോയി. പക്ഷെ ഈ പെട്ടികൾ കിടക്കുന്നുണ്ടോ? ആരെങ്കിലും തൊടുവോ? കാരണം എന്താ? വിവരം അല്ലേ? സീൽ ഷോസ് ദ ഓണർഷിപ്പ്. അത് ഓണർഷിപ്പിനെ കുറിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ആരോ സീൽ ചെയ്തത് ആരാ? ദൈവമാണോ? സീൽ ചെയ്തത് ആരാ? തന്നെയാ. സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആണ്, not by the Holy Spirit. Sealed with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. ഇത് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ദൈവമല്ലേ എന്നാണ്. അതെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് ഒരു റോളുണ്ട്. ആ റോൾ എന്താണെന്ന് അറിയാമോ? നമ്മളെ ശുദ്ധയും ശുഭ്രയുമായി, വിശുദ്ധയായി, കളങ്കമില്ലാത്തവരായി, വീണു പോകാത്തവരായി അവന്റെ സന്നിധിയിൽ എത്തിക്കുന്നത് വരെ സൂക്ഷിക്കുന്ന കടമയാണ്. മനസ്സിലായില്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് തീരുമാനിച്ചത്? സ്തോത്രം. വേഗത്തിൽ സമയം തീർന്നുകൊണ്ട് 2 കാര്യം പറഞ്ഞോളൂ, ബാക്കി ഞാൻ പിന്നാലെ പറയാം. ആരൊക്കെയാ തീരുമാനിച്ചത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അല്ലെ? ചെയ്തതാരാ? പിതാവ് തുടങ്ങി വെച്ചത്. എന്ന് തുടങ്ങിയത് നിത്യതയിൽ തുടങ്ങി. സമയമായപ്പോൾ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് തന്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പ് നിർവഹിച്ചിട്ട് അവൻ മടങ്ങി പിതാവിന്റെ അടുക്കൽ പോയി. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ പോകോളാം. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം? നിന്റെ രക്തത്താൽ സമ്പാദിച്ച ആ കൃപയുടെ പുകഴ്ചയ്ക്കായി നീ വീണ്ടെടുത്ത ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവരുന്നത് വരെ ഞാൻ അവരെ മുദ്ര വെച്ച് ഞാൻ കാവൽ ചെയ്തു കൊള്ളാം. ഞാൻ അവർക്ക് അകമ്പടി നിന്നുകൊള്ളാം. This is a Trinitarian activity. Began all through the way back in eternity and still continuing, and it will keep on continuing till you and I reach back in eternity. കാലം തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങിയതാണെങ്കിൽ കാലമെല്ലാം കഴിയും, കാൺമതെല്ലാം കഴിയും. പിന്നെ പുതിയുഗം വിരിയും. തിരികെ വരാതെ നിത്യതയിൽ നാം മറയും.